വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് തിരുവനന്തപുരത്തെ കേരള രാജ്യാന്തര ചലച്ചിത്രമേള. രാവിലെ നടക്കാനിരുന്ന 4 സിനിമകളുടെ പ്രദർശനമാണ് ഒഴിവാക്കിയത്. സിനിമകൾ ഒഴിവാക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തിനെതിരെ പ്രതിഷേധം ശക്തമാണ്. ഇതിനിടെ മുൻകൂട്ടി അനുമതി ലഭിക്കാതെ സിനിമ എന്തുകൊണ്ട് ഷെഡ്യൂൾ ചെയ്തു എന്ന ചോദ്യവുമായി ചലച്ചിത്ര അക്കാദമിയെ വിമർശിച്ച് സംവിധായകൻ ഡോക്ടർ ബിജു രംഗത്തെത്തി. മേഘന മുരളി വിവരങ്ങളുമായി. മേഘന, മന്ത്രി പറഞ്ഞതുപോലെ ഇതുവരെ നമ്മൾ കേൾക്കാത്ത കാര്യമാണ് ഇത്തവണത്തെ എഡിഷനിൽ നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചിത്രങ്ങൾ, ക്ലാസിക് ചിത്രങ്ങൾ, ബാറ്റിൽഷിപ്പ് പോട്ടംകിൻ പോലെയുള്ള ചിത്രങ്ങൾ, അതിന് 100 വർഷം തികയുന്ന വേളയിൽ കൂടിയാണ് ആ ചിത്രം ഇത്തവണ IFFKയിലേക്ക് എത്തിയത്. കൂടാതെ ബീഫ് എന്ന ചിത്രം, അതിൻ്റെ പേരുകൊണ്ട് മാത്രമാണ്, ഇന്നലെ അടൂർ ഗോപാലകൃഷ്ണനൊക്കെ പറയുന്നുണ്ടായിരുന്നു, അതിന് ബീഫുമായി ഒരു ബന്ധവുമില്ല, സ്പാനിഷ് ചിത്രമാണ്. അപ്പോൾ അങ്ങനെ ആ തരത്തിലേക്കൊക്കെ ചിത്രങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നത് അതൊരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് എന്ന് മുതിർന്ന നേതാക്കൾ, മന്ത്രിമാരുൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുമ്പോൾ എങ്ങനെയാണ് IFFKയിൽ അത് പ്രതിസന്ധിയായിരിക്കുന്നത്? ഇതിൽ കാണികളുടെയൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടാകുമല്ലോ. ചലച്ചിത്ര അക്കാദമി ഈ വിഷയത്തെ എങ്ങനെയാണ് സമീപിച്ചത്? അനുജ, അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ 5ാം ദിവസമാണെന്ന്. ചരിത്രത്തിൽ ആദ്യമായി അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഇത്തരം ഒരു പ്രതിസന്ധി വരുന്നു. അതിൽ 19 സിനിമകൾക്കാണ് ഇപ്പോൾ കേന്ദ്ര അനുമതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും ചലച്ചിത്ര അക്കാദമി പറയുന്നത് ഒരു സെൻസർഷിപ്പ് ഇഷ്യൂ എന്നുള്ള കാര്യം പോലും കേന്ദ്രം പറഞ്ഞിട്ടില്ല, മറിച്ച് ഇതിന് അനുമതി നൽകാൻ വൈകുന്നു. ഇന്ത്യയിൽ സെൻസർഷിപ്പ് ഇല്ലാത്ത സിനിമകൾക്ക് കേന്ദ്രത്തിന്റെ പ്രത്യേക അനുമതി ആവശ്യമായുണ്ട്. ഈ 19 സിനിമകൾക്കും നിലവിൽ അനുമതി ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് പ്രധാനമായും ചലച്ചിത്ര അക്കാദമിക്ക് ലഭിച്ചിട്ടുള്ള വിവരം എന്ന് പറയുന്നത്. അങ്ങനെ 19 സിനിമകളാണ് ഇപ്പോൾ റദ്ദ് ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഇന്നും രാവിലെ മാത്രം 4 സിനിമകളാണ് റദ്ദ് ചെയ്യപ്പെട്ടത്. ഇന്നലെ 9 സിനിമകൾക്ക് പ്രദർശനാനുമതി ഉണ്ടായിരുന്നില്ല. ഇന്നും പ്രദർശിപ്പിക്കേണ്ട 9 സിനിമകൾ തിയേറ്ററുകളിൽ എത്തില്ല, കാണികളിലേക്ക് എത്തില്ല എന്നുള്ളതാണ് പ്രധാനമായും അറിയാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മെസ്സേജായി ഡെലിഗേറ്റ്സിന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഈ സിനിമകൾ, ഏതൊക്കെ സിനിമകളാണ് റദ്ദ് ചെയ്യപ്പെട്ടത് എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിൽ ഉദ്ഘാടന ചിത്രമായിട്ടുള്ള പലസ്തീൻ 36, പലസ്തീന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ പലസ്തീൻ ജനതയുടെ പ്രതിരോധം പറയുന്ന സിനിമയാണ് പലസ്തീൻ 36. അത് ഉദ്ഘാടന ദിവസം പ്രദർശിപ്പിച്ചതാണ്. അതിനുശേഷമാണ് അതിനൊരു നിരോധനം വരുന്നത്. അതുപോലെ തന്നെ അതിൽ ഈ ബാറ്റിൽകിൻ, പോട്ടംകിൻ അടക്കമുള്ള സിനിമകൾ, അത് റഷ്യൻ ചരിത്രം പറയുന്ന, റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് പറയുന്ന 100 വർഷം മുൻപ് പുറത്തിറങ്ങിയിട്ടുള്ള സിനിമയാണ്. അത്തരം സിനിമകൾക്കാണ് നിരോധനം വരുന്നത്. അത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം തന്നെയാണ് പല രാജ്യങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള, അതുപോലെ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള ചലച്ചിത്ര പ്രേമികൾ ചോദിക്കുകയും ചെയ്യുന്നത്. പക്ഷേ അതിൽ വിമർശനം വരുന്നത് ഇപ്പോൾ സംവിധായകനായിട്ടുള്ള ഡോക്ടർ ബിജു അടക്കം പറയുന്നത് ഈ അനുമതി നൽകാൻ അല്ലെങ്കിൽ അനുമതി തേടാൻ, കേന്ദ്രത്തോട് അനുമതി തേടാൻ ചലച്ചിത്ര അക്കാദമി വൈകിയോ എന്നുള്ള കാര്യം പരിശോധിക്കണമെന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇത്തരമൊരു സാങ്കേതിക പിഴവാണോ ഇതിന് പിന്നിൽ എന്നുള്ള കാര്യം പരിശോധിക്കണമെന്നുള്ളതാണ് പ്രധാനമായും സംവിധായകൻ ഡോക്ടർ ബിജുവിന്റെ ഒരു പരാമർശമായി പറയുന്നത്. അതിൽ കൂടുതൽ കാര്യങ്ങൾ, അതായത് ഇതിൽ എന്തെങ്കിലും തരത്തിൽ സാങ്കേതികമായ പിഴവുണ്ടോ, അല്ലെങ്കിൽ ഈ സിനിമകളുടെ അജണ്ടകൾ അല്ലെങ്കിൽ സിനിമ ഇതിവൃത്തമാക്കുന്ന വിഷയങ്ങൾ നോക്കി മാത്രമാണോ ഇത്തരത്തിൽ സിനിമകൾക്ക് അനുമതി നിഷേധിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ വലിയ ചർച്ചാ വിഷയമാകുന്നത്. എന്തായാലും 19 സിനിമകൾ അത് പ്രദർശിപ്പിക്കാൻ കഴിയില്ല. അത് വലിയ തരത്തിൽ ഈ IFFK രാജ്യാന്തര ചലച്ചിത്രമേളയിൽ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.